മേയറെ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃശ്ശൂരിലും തർക്കം തുടരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കുന്നതിനെതിരെയാണ് ഒരു വിഭാഗം കൗൺസിലേഴ്സ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. മുൻ പരിചയമുള്ള ലാലി ജെയിംസിനെയും സുബി ബാബുവിനെയും തടഞ്ഞതുകൊണ്ടാണ് പ്രതിഷേധമെന്ന് പറയുന്നു. സൂരജ് സജി വിവരങ്ങളുടെ നേർക്കാഴ്ചയുമായി നമുക്കൊപ്പം ചേരുന്നു. മെറി ക്രിസ്മസ് സൂരജ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഹാപ്പി ക്രിസ്മസ്. തൃശ്ശൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തർക്കം തുടരുന്നു. ഈ മേയർ സ്ഥാനത്തെ ചൊല്ലി അത് സുബി ബാബു, അതോടൊപ്പം തന്നെ ലാലി ജെയിംസ് എന്നിവരുടെ പേരാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. ആ പരിഗണനാ പട്ടികയിൽ ഒരിടത്തും വലിയ ചർച്ചയിൽ സജീവമായിരുന്നില്ല നിജി ജസ്റ്റിന്റെ പേര്. പക്ഷേ അവസാന നിമിഷമായപ്പോഴേക്കും നിജി ജസ്റ്റിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. അത് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അത്തരം ഒരു നീക്കമുണ്ടാകുന്നത്. നിജി ജസ്റ്റിന്റെ പേര് നിർദ്ദേശിച്ചത് ദീപാദാസ് മുൻഷിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഒരു വിഭാഗം നേതാക്കളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ KC ഗ്രൂപ്പ് തൃശ്ശൂരിൽ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ KC ഗ്രൂപ്പാണ്. KC ഗ്രൂപ്പിന്റെ ഒരു നിർദ്ദേശം കൂടിയായിരുന്നു നിജി ജസ്റ്റിന്റെ പേര് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കൗൺസിലർമാർക്കിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ നിജി ജസ്റ്റിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതിൽ വലിയ അതൃപ്തിയുണ്ട്. അവർ തന്നെ ഈ പ്രതിഷേധം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലാലി ജെയിംസിനെ സംബന്ധിച്ച് 4 തവണ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 തവണ 10 വർഷത്തോളമായി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളാണ്. സുബി ബാബുവിനെ സംബന്ധിച്ച് ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ മുൻപരിചയമുള്ള ആളാണ്. ഈ മുൻപരിചയമുള്ള 2 പേരെ മാറ്റിക്കൊണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിജി ജസ്റ്റിനെ എങ്ങനെ മേയറാക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ ഒരുപക്ഷെ ഈ മേയർ സ്ഥാനാർത്ഥിയായി നിജി ജസ്റ്റിന്റെ പേര് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിലെ KC ഗ്രൂപ്പിന്റെ പിടിമുറുക്ക് അല്ലെങ്കിൽ KC ഗ്രൂപ്പിന്റെ വാശിയെ തുടർന്നാണ് ഇത്തരം ഒരു പേരിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഒരു വിഭാഗം കൗൺസിലർമാർ ആരോപിക്കുന്നത്. എന്തായാലും അവർ KPCCക്ക് ഔദ്യോഗികമായി പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.